പേർ ഈ ഗോപൻ സ്വാമി മരിക്കുന്ന ദിവസം ഇവരുടെ വീട്ടിൽ എത്തിയിരുന്നു എന്നാണ് ഒരു മകൻ മൊഴി നൽകിയിരിക്കുന്നത്. മറ്റൊരു മകനും സമാന മൊഴി തന്നെ നൽകിയിട്ടുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കുന്നു. പക്ഷേ രണ്ടുപേരും പറഞ്ഞ സമയത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഇങ്ങനെ കൈനാടി മൂക്കിന്റെ സ്പർശനമൊക്കെ അറിയാല. അങ്ങനെ നോക്കിയപ്പം ഒരു ഇതും അനക്കൊന്നും ഈ കൈനാടിക്കില്ല. കണ്ണിന്റെ ഇത് കൃഷ്ണമണി ചലിക്കുന്നില്ല. ഇങ്ങനെ തള്ളി ഇങ്ങനെ നോക്കിയപ്പോൾ എന്നിട്ട് അവന് മനസ്സിലായി സമാധിയുടെ അവസ്ഥ തന്നെ എന്ന്. വീണ്ടും അവൻ അവിടെ വന്ന് ഞങ്ങള് പോയിട്ട് കണ്ടില്ലല്ലെന്ന് പറഞ്ഞ് നോക്കിയപ്പം മോ പെട്ടെന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോ മോ ഓടിക്കൊണ്ട് വന്നു. അമ്മ എന്നെ വായും പൊത്തി വെച്ചിട്ട് അമ്മ ഇവിടെ കിടന്ന് നിലവിളിക്കല്, അച്ഛൻ സമാധി ആയിരിക്കുകയാണ്. മാൻ മിസ്സിംഗ് ആയതിന്റെ സ്ഥിതിക്ക് എന്തായാലും സ്കാനർ ഉണ്ടല്ലോ, സ്കാനർ വെച്ച് ചെക്ക് ചെയ്യട്ടെ അതിനകത്ത് ആളുണ്ടോന്ന്. സാർ നോക്കട്ടെ, സ്കാനർ വെച്ച് നോക്കട്ടെ അതിനകത്ത് ആളുണ്ടോന്ന്. എന്നാലും ഒരു കുഴപ്പമില്ല. സാർ സ്കാനർ വെച്ച് അതിനകത്ത് ആളുണ്ടോ ഇല്ലെന്ന് അറിയാമല്ലോ. സ്കാനർ വെച്ച് അത് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. കാര്യം എന്ന് പറഞ്ഞു കേരളക്കര മൊത്തം ചർച്ച സമാധിയാണ്. ഗോപൻ സ്വാമിയുടെ സമാധി. സമാധി എന്ന് കേട്ടിട്ടില്ലാത്തവർക്കും സമാധി എന്താണെന്ന് ചിന്തിക്കുന്നവർക്കുമൊക്കെ ഒരു എക്സാമ്പിളാണ് ഈ പറയുന്ന ഗോപൻ സ്വാമിയുടെ സമാധി. ക്രിസ്ത്യൻ പശ്ചാത്തലമുള്ള ഈ ഗോപൻ സ്വാമി എങ്ങനെ വലിയൊരു സ്വാമിയായി മാറി എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. അതോടൊപ്പം തന്നെ ഈ പുള്ളിക്കാരൻ 7 പേരെ വെട്ടിയ കേസിലെ പ്രതി ആണെന്നും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരാൾ എങ്ങനെയാണ് ഒരു സന്യാസിയായി മാറുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു സ്വാമിയായി മാറുന്നത് എന്നുള്ള കാര്യമൊക്കെ ഇപ്പോൾ സംശയമായിട്ടുണ്ട്. ഇവിടെ ഈ സമാധി പൊളിക്കുവാനായിട്ട് പോലീസ് എത്തിയ സമയത്ത് അവിടെ നിന്നുകൊണ്ട് അവരുടെ ആ മകൻ, ഈ പറയുന്ന ഗോപൻ സ്വാമിയുടെ മകൻ വിളിച്ചു കൂവുന്നുണ്ടായിരുന്നു, ഇത് മുസ്ലിങ്ങൾ ചെയ്യുന്നതാണ്, ഇത് ഹിന്ദു സംസ്കാരത്തെ പൊളിക്കുവാനായിട്ട് ചില മുസ്ലിങ്ങൾ ചെയ്യുന്നു, ചില ക്രിസ്ത്യാനികൾ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ അവിടെ കിടന്ന് വലിയ വർത്തമാനം പറയുന്നതായിട്ട് കേട്ടു. ഇന്നലെ മീഡിയയിൽ വന്നപ്പോഴും പുള്ളിക്കാരൻ ഈ ഒരു വർത്തമാനം തന്നെയാണ് പറയുന്നത്. എന്തുവായാലും നമുക്ക് ഒരു സൈഡിൽ നിന്ന് ഓരോന്നോരോന്ന് അങ്ങോട്ട് പറഞ്ഞു പോകാം. ഓക്കെ, ഈ സമാധി എന്ന് പറഞ്ഞ് പങ്കപ്പെടുത്താനായിട്ട് ഞങ്ങളെ ഏറ്റവും കൂടുതലായിട്ട് ഉപദ്രവിച്ചത് മുസ്ലിങ്ങൾ തന്നെയാണ്. ഞാൻ പറഞ്ഞു തരാം. ഞങ്ങളുടെ നാഗരുടെ അമ്പലത്തിന്റെ അതിന്റെ തൊട്ടടുത്ത് ഒരു മുസ്ലിമിന്റെ വസ്തുണ്ട്. ആ മുസ്ലിം ഞങ്ങളുടെ നാഗരുടെ അമ്പലം പൊളിച്ചു മാറ്റണമെന്ന് കളക്ടർ ഓഫീസിലും നെയ്യാറ്റിങ്കര സ്റ്റേഷനിലും പരാതി കൊടുത്തിട്ടുണ്ടായി. അപ്പൊ മനസ്സിലായല്ലോ. അപ്പോൾ എല്ലാത്തിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റാർട്ടിങ് വരുന്നത് തന്നെ ഈ ഒരു മുസ്ലിം ഹിന്ദു തീവ്രവാദം അല്ലെങ്കിൽ ഒരു അടിപിടി ആ ഒരു സംഭവം ഫസ്റ്റ് തന്നെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അത് എവിടെയൊക്കെ കൊള്ളണോ അവിടെയൊക്കെ കൊള്ളുമെന്ന് ഈ മകന് നല്ല രീതിയിൽ അറിയാം. അതുകൊണ്ട് തന്നെ മകൻ അതെടുത്ത് ഉപയോഗിക്കുന്നുമുണ്ട്. അത് കറക്റ്റായിട്ട് ഓരോരുത്തരടുത്ത് കൊള്ളുന്നുമുണ്ടെന്നുള്ള കാര്യം നമുക്ക് വളരെ വ്യക്തമാണ്. എന്തുമായാലും നമ്മുടെ ഇന്ത്യയുടെ നിയമവ്യവസ്ഥ അനുസരിച്ച് ഒരാൾ മിസ്സിംഗ് ആയി കഴിഞ്ഞാൽ ആ മിസ്സിംഗ് ആയ ആളിനെ കണ്ടെത്താൻ വേണ്ടി നിയമ നടപടികൾ സ്വീകരിക്കും. അതിനുവേണ്ടി ചിലപ്പോൾ കല്ലറ വരെ പൊളിച്ചു എന്നിരിക്കും. ഓക്കെ, എന്തുമായാലും ഇവരുടെ അച്ഛനായ ഗോപൻ സ്വാമിയെക്കുറിച്ച് മകനോട് ചോദിക്കുന്നുണ്ട്. അതിന് മറുപടിയായിട്ട് മകൻ എന്തു പറയുന്നു നോക്കാം. തൊഴിലാളിയായി ജോലി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം കഷ്ടപ്പെട്ട് ജോലി ചെയ്ത ഒരാളാണ്. നെയ്ത്ത് ചെയ്തിട്ടുണ്ട്, ചുമട്ട് തൊഴിലാളിയായി ജോലി ചെയ്തിട്ടുണ്ട്. ആറാലും കൂടെ അദ്ദേഹം BMS കാർഡ് ഹോൾഡർ ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സമയത്ത് അദ്ദേഹത്തിന് ഏതെങ്കിലും കേസിൽ അദ്ദേഹം പ്രതിയായിട്ടുണ്ടോ താങ്കളുടെ പിതാവ് അന്ന്? ഞങ്ങൾ കൊച്ചിയിലേക്കായി കേട്ടിട്ടുണ്ട്. എന്തായിരുന്നു കേസ്? അതെനിക്ക് കറക്റ്റായിട്ട് എനിക്കറിയില്ല. നല്ലൊരു കേസ് ഞങ്ങളൊക്കെ പൊടിയില്ലേ, ഇവിടെ നാട്ടുകാർ പറയുന്നത് പുള്ളിക്കാരന് കേസുണ്ടെന്നും 7 പേരെ വെട്ടി കേസാണെന്നും പുള്ളിക്കാരൻ ഒരു ചുമട്ട് തൊഴിലാളിയാണെന്നും ഒക്കെയാണ് നാട്ടുകാർ പറയുന്നത്. നമ്മൾ പറഞ്ഞല്ല കേട്ടോ, അതുതന്നെയാണ് ഇവിടെ മീഡിയക്കാരും ചോദിക്കുന്നത്. ഇനി അത് കഴിഞ്ഞ് മീഡിയക്കാർ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. മീഡിയക്കാർ ചോദിക്കാനുള്ള കാരണം നാട്ടുകാർ പറഞ്ഞതാണ്. ഈ പറയുന്ന ഗോപൻ സ്വാമിക്ക് 2 മക്കളല്ല 3 മക്കളുണ്ടായിരുന്നു. അതിലൊരു പയ്യൻ ആദ്യമേ മരിച്ചു പോയതാണ്. ഈ മകനെ തല്ലിക്കൊന്നിട്ട് ഈ സമാധി ചെയ്തതാണോ എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാരവിടെ വിഷയമുണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാരൊരു കാര്യം പറഞ്ഞിരുന്നു. അതേ കാര്യം ഈ മകനോട് ഈ മീഡിയക്കാരൻ ചോദിക്കുമ്പോൾ ഇവിടെ കിടന്നൊന്ന് ഉരുണ്ട് കളിച്ചിട്ട് കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ആര്? ഈ മകൻ. അതൊന്ന് കേട്ടു നോക്കിയേ. സനന്ദനും രാജസേനനും അദ്ദേഹത്തിന്റെ 2 മക്കളാണ്. 2 മക്കളായിരുന്നു അദ്ദേഹത്തിന്. ആകെയുള്ള 2 മക്കളാണോ? എന്റെ അച്ഛന് 3 മക്കളുണ്ട്. മൂന്നാമത്തെ ആള് എന്റെ ചേട്ടൻ 98 ചേട്ടൻ മരിച്ചിട്ടുണ്ടായിരുന്നു. എന്ത് പറ്റിയതാണ് അദ്ദേഹത്തിന്? എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ചെറിയൊരു അസുഖത്തെ ബാധിച്ച് ഞങ്ങളെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഇവിടെ സമാധി എന്ന് പറയുമ്പോഴത്തേന് വാദോരാതെ സംസാരിക്കുന്ന ഈ മകൻ ചേട്ടന്റെ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ മാത്രം ഭയങ്കര വിക്കലാണ്. പറയാൻ അങ്ങോട്ട് വാക്കുകൾ കിട്ടുന്നില്ല. അവിടെ കിട്ടതങ്ങ് ഉരുളുക. എത്രയൊക്കെ ഉരുണ്ടെന്ന് പറഞ്ഞാലും
എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും സത്യം വെളി വരും എൻ്റെ പൊന്നു സഹോദര. എന്തായാലും മീഡിയക്കാരൻ പിന്നെയും കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, പിന്നെയും മകൻ അവിടെ കിടന്നൊന്ന് ഉരുണ്ടുരുണ്ട് കളിക്കുന്നുണ്ട്. എന്തായാലും ജ്യേഷ്ഠ സഹോദരൻ എന്താ പറ്റിയെന്ന് നാട്ടുകാർ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അവർ പറയുന്നത് ഈ പറയുന്ന സഹോദരനെ കൊന്ന് കുഴിച്ചു മൂടിയതാണ്, അവനെ സമാധിയാക്കിയെന്നാണ് പറയുന്നത്. പക്ഷേ ഈ മകൻ പറയുന്നത് മുമ്പിലെ മാവിന്റെ ചോട്ടിലാണ് കുഴിച്ചിട്ടതെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഈ മൂത്ത സഹോദരനെയും ഇതേപോലെ വീട്ടിൽ തന്നെ അടക്കം ചെയ്യാൻ ശ്രമിക്കുകയും നാട്ടുകാർ ഇടപെട്ടത് തടയുകയും ചെയ്തു എന്ന് ചിലർ പോലീസിന് മൊഴി കൊടുത്തായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണോ? എനിക്ക് മനസ്സിലായില്ല സാർ ചോദിച്ചത്. അതായത് താങ്കളുടെ സഹോദരൻ മരിച്ചപ്പോൾ അന്ന് പിതാവ് അടക്കമുള്ളവർ വിശ്വാസപ്രകാരം വീടിനുള്ളിൽ തന്നെ അദ്ദേഹത്തെ എന്റെ സഹോദരനല്ല സാർ, എന്റെ സഹോദരനല്ല, ജ്യേഷ്ഠനാണ് മരിച്ചത്. അതെ, ഞാൻ പറഞ്ഞത് അതെ ജ്യേഷ്ഠൻ, ഞാൻ സഹോദരൻ ഉദ്ദേശിച്ച ജ്യേഷ്ഠൻ എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. അദ്ദേഹം മരിച്ചപ്പോഴും ഇതേപോലെ വീടിനുള്ളിൽ അടക്കം ചെയ്യാൻ ശ്രമിച്ചുവെന്നും അത് നാട്ടുകാർ ഇടപെട്ട് തടഞ്ഞു എന്നും ചിലർ പോലീസിനോട് ആ സംഭവ സ്ഥലത്ത് വെച്ച് മൊഴി കൊടുക്കുന്നതിന്റെ ശ്രദ്ധയപ്പെട്ടിരുന്നത് ശരിയാണോ എന്ന് ഞാൻ ചോദിച്ചാണ്. എന്റെ ചേട്ടൻ അടക്കം ചെയ്തിട്ടുള്ളത് വീടിന്റെ ഫ്രണ്ടിലാണ്, മുറ്റത്താണ്, മാവിന്റെ മൂട്ടിലാണ്, വീടിന്റെ മുറ്റത്താണ്. ഇവിടെ മീഡിയക്കാരൻ സഹോദരൻ എന്ന് പറഞ്ഞപ്പോൾ സഹോദരനല്ല, അതിൻ്റെ ചേട്ടനാണ് എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. ഒരു വിദ്യാഭ്യാസ ഇല്ലായ്മയുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലൊക്കെ ചേട്ടനെയും അനിയനെയൊക്കെ സഹോദരൻ എന്നാണ് പറയുന്നത്. പക്ഷേ പുള്ളിക്കാരൻ അത് ജ്യേഷ്ഠനാണ്. ഓക്കെ, അതങ്ങോട്ട് മാറ്റി വെക്കാം. പക്ഷേ പുള്ളിക്കാരൻ പറയുന്നത് ഈ നാട്ടുകാർ പറയുന്ന പോലൊന്നുമല്ല, വീടിന് മുമ്പിൽ മാവിൻ്റെ ചോട്ടിലാണ് പുള്ളിയെ അടക്കം ചെയ്തതെന്ന് പറയുന്നുമുണ്ട്. അപ്പോൾ ഈ നാട്ടുകാരൊക്കെ എന്തുവാണ് ഇവരോട് ഇത്രമാത്രം ദേഷ്യം? എല്ലാ നാട്ടുകാരും വന്ന് ഇവർക്കെതിരെയാണല്ലോ പറയുന്നത്. എന്തുവായ സംഭവം? അതായത് നിങ്ങൾ മാൻ മിസ്സിങ് ആണല്ലോ പറയണേ. മാൻ മിസ്സിങ് ആണ് എങ്കിൽ ഈ പറയുന്ന മകൻ ഒരു ഉപാധി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നിങ്ങൾ സ്കാനർ കൊണ്ടുവന്നൊന്ന് പരിശോധിച്ച് നോക്കണമെന്ന്. ഇത്രമാത്രം ഞങ്ങൾ ഭസ്മമിട്ട് മൂടിയിട്ടാണ് അപ്പനെ ഈ പറയുന്ന സമാധി ചെയ്തിട്ടുള്ളതെന്നാണ് മകൻ പറയുന്നത്. എന്തായാലും മകൻ പറയുന്ന ആ വിചിത്രമായിട്ടുള്ള ആ കാര്യം നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇതിന്റെ മൃതശരീരം എവിടെ എന്നുള്ളത് അന്വേഷിക്കണം, അത് ഇൻക്വസ്റ്റ് ചെയ്യണം, അത് പോസ്റ്റ്മോർട്ടം ചെയ്യണം, എന്നിട്ട് പ്ലേസ് ഓഫ് ഡെത്ത്, കോസ് ഓഫ് ഡെത്ത്, ടൈം ഓഫ് ഡെത്ത്, ഈ 3 കാര്യങ്ങളും നിയമപരമായി സ്ഥിരീകരിക്കണം. അത് വ്യക്തിയാണെങ്കിലും പുരോഹിതനാണെങ്കിലും യോഗിയാണെങ്കിലും ബിഷപ്പാണെങ്കിലും മുല്ലാക്കയാണെങ്കിലും സ്വാമിയാണെങ്കിലും ആരാണെങ്കിലും, അതാണ് നാട്ടിലെ നിയമം. ആ നിയമത്തിന് നിങ്ങൾ വഴങ്ങുന്നില്ല, എന്നെ വിളിക്കുകയാണ് അവിടെ ഒരു കാണിച്ചു തരാമെന്ന്. ഈ നിയമത്തിന് വഴങ്ങിയാൽ പ്രശ്നം തീർന്നില്ലേ? സാർ ഇപ്പോൾ എന്റെ അടുത്ത് ഫസ്റ്റിൽ ഒരു ചോദ്യം ചോദിച്ചായിരുന്നു, അച്ഛനെ കാണാനില്ലെന്നല്ലേ? ഞാൻ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പറഞ്ഞിട്ടല്ലേ പരാതി കൊടുത്തിട്ടുള്ളത്? അതെ സാർ, പോലീസ് രജിസ്റ്റർ ചെയ്യുന്ന സാർ നാട്ടുകാർ പരാതി കൊടുത്തത് അച്ഛനെ കാണാനില്ല അല്ലേ സാർ? സാർ ആദ്യം എന്നോട് ചോദിച്ചത് അതാണ്. ഇപ്പോ സ്വാമിയെ കാണാനില്ല, ഗോപൻ സ്വാമിയെ കാണാനില്ല, അത് തന്നെയാണോ സാർ കൊടുത്തിരുന്നത്? പോലീസ് കേസ് എടുത്തിരിക്കുന്ന മാൻ മിസ്സിംഗിനാണ് സാർ. എഫ്ഐആറിന്റെ കോപ്പി താങ്കൾക്ക് കിട്ടിയിട്ടുണ്ടാവും സാർ. മാൻ മിസ്സിംഗിന് സാർ ഇപ്പോൾ ഞാനിപ്പോ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാൻ മിസ്സിംഗ് ആയതിന്റെ സ്ഥിതിക്ക് എന്തായാലും സ്കാനർ ഉണ്ടല്ലോ, സ്കാനർ വെച്ച് ചെക്ക് ചെയ്യട്ടെ അതിനകത്ത് ആളുണ്ടോന്ന്. സാർ നോക്കട്ടെ, സ്കാനർ വെച്ച് നോക്കട്ടെ അതിനകത്ത് ആളുണ്ടോന്ന്. എന്നാൽ ഒരു കുഴപ്പമില്ല സാർ. സ്കാനർ വെച്ച് അതിനകത്ത് ആളുണ്ടോ ഇല്ലെന്ന് അറിയാമല്ലോ. ആ വ്യക്തി തന്നെയാണ് സ്കാനർ വെച്ച് അത് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ സാർ സ്വാമി തന്നെയാണെന്ന് എങ്ങനെ തിരിച്ചറിയും സാർ? ഞാൻ അതിന് പറഞ്ഞു തരാം. ഞാൻ എന്റെ അച്ഛനെ സമാധി ഇരുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഞ്ചോളം അളവിൽ വരെ ഉള്ളൂ ഭസ്മം. അത് കഴിഞ്ഞിട്ട് മുഖത്തിലും എല്ലായിടത്തും മുഴുക്കാപ്പ് പുരട്ടുന്നത് പോലെയാണ് ഞങ്ങൾ അച്ഛനെ ചെയ്തത്. കാര്യം ശിവന് മുഴുക്കാപ്പ് പുരട്ടുന്നത് പോലെയാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. അച്ഛന്റെ ആഗ്രഹം പോലെയാണ് ഞങ്ങൾ അച്ഛനെ ഞാൻ സ്നേഹിച്ചത്. അതപ്പോ അവിടെ അച്ഛനെന്ന് തിരിച്ചറിയുകയും ചെയ്യും. പിതാവ് സാർ ഇപ്പൊ ചോദിച്ചതിനുള്ളത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്ത് പറഞ്ഞാലും ഞാൻ ഒരു കാര്യം എനിക്കൊരു വിഷമത്തോടെ ഞാൻ പറയുന്നത്, എന്തായാലും ഞാൻ വിഷമത്തോടെ ഞാൻ പറയുന്നത്, ഹിന്ദു ആചാരത്തെ വ്രണപ്പെടുത്താനായിട്ട് ഒരിക്കലും ഇങ്ങനെ ആകരുത്. ഹിന്ദു ആചാരത്തെ വ്രണപ്പെടുത്താനായിട്ട് ഒരിക്കലും ഇത് ചെയ്യരുത് എന്നാണ് മകനോട് പറയുന്നത്. അത് മാത്രമല്ല മകനോട് പറഞ്ഞത്, നിങ്ങളൊരു സ്കാനർ കൊണ്ടുവന്നിട്ട് ഈ പറയുന്ന സമാധി അല്ലെങ്കിൽ ഈ കല്ലറ ഒന്ന് പരിശോധിച്ച് നോക്കൂ, ഇവിടെ മനുഷ്യ സാന്നിധ്യം ഉണ്ടോ എന്ന് നോക്കൂ, ഇവിടെ എൻ്റെ അച്ഛന് ഒരു മൃതശരീരം ഉണ്ടോ എന്ന് നിങ്ങൾ സ്കാനർ വെച്ച് പരിശോധിച്ച് നോക്കൂ. ഇത് പൊളിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. കാരണം ഇത്രമാത്രം ഞങ്ങൾ, അതായത് ഇത്രത്തോളം ഞങ്ങൾ ഭസ്മമിട്ട് മൂടിയിട്ടുണ്ട്.
അങ്ങനെയാണ് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നതെന്നും മകൻ ഇവിടെ പറയുന്നു. എന്നാൽ ഈ ഗോപൻ സ്വാമി സമാധിയായത് ഇവർ ആരെ അറിയിച്ചിട്ടില്ല, ഒരാളോട് പോലും പറഞ്ഞിട്ടില്ല, ഇവരുടെ കുടുംബക്കാർ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഈ സമാധി എന്നുള്ളത് മറ്റെല്ലാവരും അറിയേണ്ടതും ഇതൊരു ചടങ്ങ് പോലെയാണ് ചെയ്യേണ്ടതെന്നും അല്ലാതെ കുഴിയെടുത്തിട്ട് കോൺക്രീറ്റ് കൊണ്ടത് മുകളിൽ കൊണ്ട് അടച്ചു വെക്കുന്നതല്ല സമാധി എന്നും ഇവരറിയേണ്ട കാര്യമാണ്. ഇവിടെ വേറൊരു സ്വാമിയെ സമാധി ചെയ്ത ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഇത് നിങ്ങൾ കണ്ടല്ലോ, ഇവിടെ കുറേ പേര് കൂടി നിൽക്കുന്നുണ്ട്, ഇവിടെ കുറേ മന്ത്രങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെയാണ് ഈ സ്വാമിയെ ആ ഒരു കുഴിയിലേക്ക് ഇറക്കി വെക്കുന്നതും അവിടെ സമാധിയാക്കുന്നതും. അല്ലാതെ ഇവർ പറഞ്ഞ പോലെ ഇവരൊരു കുഴി എടുത്ത് വെച്ചു, അതിലേക്ക് ഇറങ്ങിയിരുന്നു, ഇൻസുലിൻ്റെ ഇഞ്ചക്ഷനും എടുത്തു, അതോടൊപ്പം തന്നെ കഞ്ഞി കുടിച്ചു, പ്രഷറിൻ്റെ ഷുഗറിൻ്റെ മരുന്ന് തിന്നു. അത് കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരൻ പോയിരുന്നിട്ട് ആ ഒരു കല്ലറയുടെ അവിടോട്ട് പോയിരുന്നിട്ട് മകനെ ഞാൻ സമാധിയാകുകയാണ്, നീ എൻ്റെ കർമ്മങ്ങൾ ചെയ്യൂ എന്ന് പറഞ്ഞു എന്ന് ഇവർ പറയുന്നത് ഒരിക്കലും അങ്ങോട്ട് വിശ്വസിക്കാനായിട്ട് പറ്റത്തില്ല. അതാണ് ഇവിടെ വിഷയമായി വന്നത്. അതാണ് ഇവർ സംസാരിക്കുന്നത് തമ്മിലുള്ള ഒരു ചേർച്ചക്കേടും ഒക്കെയാണ് ഇവിടെ പോലീസിനായാലും ഡൗട്ട് വന്നത്. എന്നാൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇവരുടെ അമ്മ പറയുന്നൊരു കാര്യമുണ്ട്. ഇവരുടെ അമ്മ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്, ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, അതിൽ അമ്മ പറഞ്ഞിരുന്നത് ഞാൻ ചെന്ന് നോക്കുമ്പോൾ അപ്പന് ഹാർട്ട് ബീറ്റ് ഉണ്ടായിരുന്നു, ദേഹം ചൂടായിരുന്നു എന്നാണ് അമ്മ പറഞ്ഞത്. മകനപ്പം അതിന് മുമ്പേ പറഞ്ഞത് മരിച്ചു പോയിരുന്നു, ഹാർട്ട് ബീറ്റൊക്കെ നിന്ന സമയത്താണ് ഞാൻ അമ്മയെ വിളിച്ചെന്ന് പറയുന്നു. അമ്മ പറയുന്നു ഞാൻ ചെന്ന സമയത്ത് ഹാർട്ട് ബീറ്റ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. എല്ലാം കൂടെ അങ്ങോട്ട് പൊരുത്തക്കേടാണ്. ഇപ്പം ലാസ്റ്റിൽ ഈ അമ്മ പറഞ്ഞൊരു കാര്യം കേട്ടോണം, എല്ലാത്തിനും ഓപ്പോസിറ്റായിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന രീതിയിൽ വേറൊരു രീതിയിലാണ് അമ്മ പറയുന്നത്. അതൊന്ന് കേട്ടു നോക്കി. അതിനുശേഷം എന്താ നടന്നത്? അത് കഴിഞ്ഞിട്ട് മോൻ അപ്പോഴപ്പോഴായിട്ട് ഉടൻ തന്നെ മോൻ കൈനാടി നോക്കി, ഇങ്ങനെ കൈനാടി മൂക്കിന്റെ സ്പർശനമൊക്കെ അറിയാല. അങ്ങനെ നോക്കിയപ്പം ഒരു ഇതും അനക്കൊന്നും ഈ കൈനാടിക്കില്ല, കണ്ണിന്റെ ഇത് കൃഷ്ണമണി ചലിക്കുന്നില്ല, ഇങ്ങനെ തള്ളി ഇങ്ങനെ നോക്കിയപ്പോൾ. എന്നിട്ട് അവന് മനസ്സിലായി സമാധിയുടെ അവസ്ഥ തന്നെ എന്ന്. വീണ്ടും അവിടെ വന്ന് ഞങ്ങൾ പോയിട്ട് കണ്ടില്ലല്ലെന്ന് പറഞ്ഞ് നോക്കിയപ്പം മോൻ പെട്ടെന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ മോൻ ഓടിക്കൊണ്ട് വന്നു. അമ്മ എന്നെ വായും പൊത്തി വെച്ചിട്ട് അമ്മ ഇവിടെ കിടന്ന് നിലവിളിക്കല്, അച്ഛൻ സമാധി ആയിരിക്കുകയാണ്. അമ്മ നാട്ടുകാർ അറിഞ്ഞാൽ അച്ഛനെ കറക്റ്റാ പൂജ ചെയ്യാൻ പറ്റൂല, അച്ഛൻ പറഞ്ഞ പൂജകളൊക്കെ ഇങ്ങനെ മറ്റേ ചന്ദന ഇത് കർപ്പൂരം സുഗന്ധദ്രവ്യങ്ങളൊക്കെ ഇട്ട് സമാധി സ്ഥലത്ത് കൊടുത്ത് അതിന്റെ രീതിയിൽ ചെയ്യാൻ വേണ്ടി. അപ്പം ഉടുത്തോണ്ട് കുളിച്ച് പൂജയ്ക്ക് കയറിയല്ലേ അവിടെ ചെന്നിരുന്നത്. പിന്നെ നമുക്ക് അവിടെ വെള്ളം കൊണ്ട് വീത്താൻ പാടില്ല, കുളിപ്പിക്കാൻ പാടില്ല, സമാധി പിന്നെ ആരും ദർശിക്കാൻ പാടില്ല, തൊടാൻ പാടില്ല. ഇതൊക്കെ മോന് പരിശീലനം കൊടുത്തതുകൊണ്ട് അമ്മ ഇവിടെ കിടന്ന് നിലവിളിച്ച് ആ നാട്ടുകാർ കൂട്ടി അച്ഛൻ്റെ ഉയർന്ന് മോശം അച്ഛൻ്റെ ആഗ്രഹങ്ങളൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് എനിക്ക്. ഇവിടെ ഈ അമ്മ പറയുന്നത് കേട്ടോ, അവിടെ ആരെയും ചേർക്കാൻ പറ്റത്തില്ല, ആരും വരാൻ പറ്റത്തില്ല എന്നൊക്കെ. പക്ഷെ നമ്മൾ മുമ്പ് കണ്ട ആ ഒരു സമാധി ചെയ്യുന്ന ഒരു വീഡിയോക്കകത്ത് അവിടെ എല്ലാവരും ചുറ്റും നിപ്പുണ്ട്, മന്ത്രങ്ങൾ ചൊല്ലുന്നുണ്ട്. ഇവർ പറയുന്ന പ്രകാരം പുള്ളിക്കാരൻ കുളിച്ച് കുട്ടപ്പനായിട്ട് പോയിരുന്നതാണ്. ഇനി അവിടെ വെള്ളം പോലും കൊണ്ടുപോകാൻ പറ്റത്തില്ല. അത് മകനെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്നും ഇനി മകൻ അതെല്ലാം ചെയ്യേണ്ടതെന്നാണ് പറയണേ. അമ്മ കടന്ന് അലച്ച് വന്നപ്പോൾ അമ്മയോട് പറഞ്ഞു, അലക്കല്ലേ, അലച്ചു കഴിഞ്ഞാൽ അച്ഛന് സ്വർഗം കിട്ടത്തില്ല, അതുകൊണ്ട് അമ്മ മിണ്ടരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പൂജ ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, ബാക്കി അമ്മ പറയട്ടെ. എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് എനിക്ക് നടത്താൻ പറ്റില്ലെങ്കിൽ എനിക്ക് അതൊരു ശാപമായിട്ട് മാറും. നമുക്ക് നാട്ടുകാരല്ല വലുത്. അമ്മ പറയുന്നത് കേട്ടോ, ഇവിടെ നാട്ടുകാരല്ല വലുത്, കൈലാസമാണ് വലുത്. ഇത് കൈലാസമായി മാറിയിരിക്കുകയാണ് ഇപ്പം വലിയ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം നാട്ടുകാരാണോ വലുത്, പോലീസാണോ വലുത്, വീട്ടുകാരാണോ വലുത് എന്നുള്ള കാര്യം ഇപ്പം ഡൗട്ടായിരിക്കുകയാണ്. എന്തായാലും ഇവരുടെ ഒരു കുടുംബ വക്കീലുണ്ട്. ഈ കുടുംബ വക്കീൽ ഈ ഒരു കാര്യത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊന്ന് കേട്ട് നോക്കിയേ. എനിക്ക് തോന്നുന്നു എല്ലാ അവന്മാർക്കും ഇത് തന്നെയാണ് ഒരു ഇതാണ് തോന്നുന്നു. നോക്കാം. ഇന്നലെ ഇവിടെ ആർ ഡി ഒ വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ഇവരെ കുടുംബത്തെ അറിയിക്കേണ്ട യാതൊരു സാഹചര്യമില്ല, ഇതൊരു ക്രമസമാധാന പ്രശ്നം മാത്രമാണെന്ന് ആർ ഡി ഒ പറഞ്ഞു. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ പറഞ്ഞു, അങ്ങനെ ഒരു ക്രമസമാധാന പ്രശ്നമായിട്ട് മാത്രം ഇതിനെ കണക്കാക്കരുത്, ഇതൊരു സമാധി സ്ഥലമാണ്. അദ്ദേഹത്തിന്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു ഏറ്റവും നല്ലൊരു ദിവസമായിട്ടുള്ള സ്വർഗ്ഗവാതിൽ ഏകാദശി ദിവസം അദ്ദേഹത്തിന് സമാധിയാവണമെന്ന്. അത് അദ്ദേഹത്തിന്റെ മക്കൾ നടപ്പിലാക്കി. അതുകൊണ്ട് ഇതിനെ ഒരു മരണപ്പെട്ടതിന് ശേഷം അതിനെ കുഴിച്ചുമൂടി എന്നൊരു ലാഘവത്തിൽ പോലീസ് ഇതിനെ കാണരുത്. പോലീസ് അങ്ങനെ ഇതിനെ കണ്ടാൽ പോലും ഒരു മജിസ്റ്റീരിയൽ പവർ ആയിട്ടുള്ള, അതായത് ഒരു കോടതിക്ക് തുല്യമായിട്ടുള്ള ഒരു പവർ ആയിട്ടുള്ള ഒരു ആർ ഡി ഒ ഇതിനെ കാണരുത് എന്നുള്ള നമ്മുടെ കൺസേണിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ വൈകിട്ട് രണ്ട് മക്കളും ഞാനുമൊക്കെ ആയിട്ട് നടത്തിയ ചർച്ചയിൽ അവർ നമുക്ക് അതിനുശേഷം ഒരു സ്വാഭാവികമായിട്ട് നമ്മുടേതായ ഭാഗം കൂടെ കേൾപ്പിക്കാനുള്ള ഒരു സമയം തന്നിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ശാരീരിക അവസ്ഥകൾ അടക്കമുള്ള രേഖകൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കൂടെ കളക്ട് ചെയ്ത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി റിട്ട് പെറ്റീഷനുമായിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയാണ് നിലവിലെത്തിയത്. നമ്മുടെ വാദം നിയമപരമായി നിലനിൽക്കുന്നതാണ്. കാരണം ഇപ്പോൾ മറുവശം എഫ്ഐആർ ഉണ്ട്, ഇതിനെ കാണാനില്ല എന്ന് പറഞ്ഞ് നൽകിയിരുന്ന എഫ്ഐആർ. അപ്പോൾ ഈ പറയുന്ന വാദം നിലനിൽക്കുന്നതാണോ? അല്ല, ഇതിനകത്ത് ഏറ്റവും വലിയ കൺസേൺ അല്ല, ഈ ഏകാദശി ദിവസം തന്നെ പുള്ളിക്കാരൻ മരിക്കണമെന്ന് പുള്ളിക്കാരൻ നിശ്ചയിക്കുകയാണ്. ഇത് ദൈവം തന്ന ഒരു ജീവനല്ലേ, ആ ദൈവം തന്നെയല്ലേ ഇതിനെ തിരിച്ചെടുക്കേണ്ടത്. പുള്ളിക്കാരൻ അങ്ങനെ എടുത്തതെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അവിടെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. പിന്നെ മുമ്പ് തന്നെ ഒരു സ്വാമി ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ സ്വന്തം ജീവനെ ത്യജിക്കാൻ പറ്റുന്നവനാണ് ഇതുപോലെ സമാധിയാകുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ മനുഷ്യർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെന്നൊക്കെ തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ അതെത്രമാത്രം ഇവർക്ക് സ്വർഗം എത്തിക്കും എന്നുള്ള കാര്യമൊക്കെ അറിയത്തില്ല. ഇതൊക്കെ ഒരു അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് മാറിപ്പോകുന്ന ഓരോ കാര്യങ്ങളായിട്ടാണ് വരുന്നത്. പിന്നൊരു കാര്യം, പുള്ളിക്കാരൻ അന്നത്തെ ആ ദിവസം, അതേ ദിവസം തന്നെ മരിക്കാൻ, അദ്ദേഹത്തിന് മരിച്ചില്ലെങ്കിൽ മക്കൾ കൊന്നതായിരിക്കാനല്ലേ ഒരു സാധ്യത.
എന്നുള്ളതും ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. എന്തായാലും ഈ ഒരു സമാധി നടന്ന ദിവസം, അല്ല ഈ ഒരു പുള്ളിക്കാരൻ മരിച്ച ദിവസം, അന്ന് അവിടേക്ക് 2 പേര് കൂടെ വന്നിരുന്നു. അതിനെക്കുറിച്ച് ഒരു ന്യൂസ് ചാനലിൽ വന്ന ഒരു റിപ്പോർട്ടുണ്ട്, അതൊന്ന് കേട്ടു നോക്കി. ഇപ്പോൾ നടക്കുന്നത് അതായത് 2 പേർ ഈ ഗോപൻ സ്വാമി മരിക്കുന്ന ദിവസം ഇവരുടെ വീട്ടിൽ എത്തിയിരുന്നു എന്നാണ് ഒരു മകൻ മൊഴി നൽകിയിരിക്കുന്നത്. മറ്റൊരു മകനും സമാന മൊഴി തന്നെ നൽകിയിട്ടുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കുന്നു. പക്ഷേ 2 പേരും പറഞ്ഞ സമയത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഈ 2 പേർ അകന്ന ബന്ധുക്കൾ എന്നാണ് അവർ പറയുന്നതെന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസ് ഈ മൊഴിയെക്കുറിച്ച് പ്രാഥമികമായി അന്വേഷിച്ചപ്പോൾ നെയ്യാറ്റിൻകരയ്ക്ക് തന്നെ സമീപമുള്ള പ്ലാവിലയിലുള്ള 2 പേരാണ് എന്ന് ഏതാണ്ട് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു അന്വേഷണത്തിന്റെ ഗതി എന്താണ്, അവരിലേക്ക് സ്വാഭാവികമായും പോലീസ് എത്തിയിട്ടുണ്ടാകുമെന്ന് തന്നെ നമ്മൾ കരുതുന്നു. പക്ഷേ ആ അന്വേഷണത്തിന്റെ ഗതി എന്താണ് എന്ന കാര്യത്തിൽ ആ ഒരു അന്വേഷണത്തിൽ ഒരു വ്യക്തത കിട്ടിയിട്ടില്ലെന്നാണ് ഇവിടെ ഈ ചാനലുകാർ പറഞ്ഞു വെക്കുന്നത്. പോലീസും പറഞ്ഞു വെക്കുന്നതൊക്കെ തന്നെയാണ്. അതിന് വ്യക്തത കിട്ടുമോ കിട്ടത്തില്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് പിന്നെ പുറകാലെ അറിയാം. എന്തുവായാലും ഈ പറയുന്ന ആ ഒരു സമാധി ഉണ്ടല്ലോ, ആ സമാധി പൊളിച്ച് ആ പുള്ളിക്കാരൻ്റെ ബോഡി എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്താൽ മാത്രമേ അറിയത്തുള്ളൂ ഇതെന്താ സംഭവിച്ചതെന്ന്. ഒരു കാര്യം ഉറപ്പാണ്, അതെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ശ്വാസം മുട്ടി മരിച്ചത് എന്നുള്ള കാര്യമല്ലാതെ വേറൊന്നും വരത്തില്ല. അത് ഉറപ്പുള്ള കാര്യമാണ്. കാരണം ഈ പറയുന്ന പുള്ളിക്കാരൻ ആ ഒരു ദിവസത്തിൽ തന്നെ സമാധിയാകണമെന്ന് ഈ പറയുന്ന ഗോപൻ സ്വാമിക്ക് നിർബന്ധമായിരുന്നു എന്ന് മകൻ പറയുമ്പോൾ, ആ സമയത്ത് തന്നെ കുളിച്ച് കുട്ടപ്പനായിട്ട് ഇൻസുലിനൊക്കെ എടുത്ത് നടന്ന് പോയിരുന്ന് കഞ്ഞിയും കുടിച്ചിട്ട് പോയിരുന്ന സമാധിക്കകത്തിരുന്ന് സ്വയം പ്രാണനെ ത്യജിച്ച പുള്ളിക്കാരൻ എന്ന് പറയുമ്പോഴും അതിനകത്തൊരു ദുരൂഹതയുണ്ട്. അതുമല്ല, ഇവർ ആരെയോട്ട് അറിയിച്ചിട്ടുമില്ല. കഴിഞ്ഞ 9-ാം തീയതി നടന്ന സംഭവം 2 ദിവസം കഴിഞ്ഞിട്ടാണ് പോസ്റ്റർ ഒട്ടിച്ച് നാട്ടുകാരെ അറിയിച്ചിരിക്കുന്നത് ഈ ഗോപൻ സ്വാമി സമാധിയായി എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇതിലെല്ലാം കൂടെ ഒരു ദുരൂഹതയുണ്ട്. അതുമല്ല, ഇവർ പറയുന്ന പല കാര്യങ്ങളും ഒന്നിനോടൊന്ന് സാദൃശ്യം വരുന്നുമില്ല താനും. അതാണ് ഇതിൻ്റെ അകത്തെ ഒരു സംശയം ജനിപ്പിക്കുന്ന കാര്യങ്ങൾ. എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരിക്കും എല്ലാവർക്കും ബൈ.